ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലൊരു വഴുതനങ്ങ, ഒരു വലിയ സൈസ് വഴുതനങ്ങയില്ല, ഒരു വലിയ സൈസ് വഴുതനങ്ങ നമ്മൾ ചുട്ട് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ ഒരു വലിയൊരു സൈസ് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിന് ആദ്യം തന്നെ നമ്മൾ ചുട്ടെടുക്കാം. അതുപോലെ ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ഗ്യാസിനിങ്ങനെ വെച്ച് ഓരോ സൈഡും ചുട്ടെടുക്കുക. ഇതൊരു മഹാരാഷ്ട്രീയൻ ഡിഷാണ്. ഇവിടെ മഹാരാഷ്ട്രയിൽ ഇതിനെ ബൈംഗൺ ഭർത്ത എന്ന് പറയും. നമുക്കിതുപോലെ ചുട്ടെടുക്കാം. എല്ലാ ഭാഗവും എല്ലാ സൈഡും നല്ലോണം ചുട്ടെടുക്കണം. എല്ലാ സൈഡും നല്ലോണം ചുട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ഓരോ അതിൻ്റെ തൊലി ഇങ്ങനെ പറിച്ചെടുക്കാം. തൊലിയെല്ലാം അടർത്തി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിങ്ങനെ പൊടിച്ചെടുക്കാം. അതിനുശേഷം കറിക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്കിനി അടുത്തതായിട്ട് നോക്കാം. ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കറിവേപ്പില, 2 പച്ചമുളക്, 2 സവാള, 1 തക്കാളി, നമ്മൾ ആദ്യം വാട്ടി വെച്ചിരുന്ന വഴുതനങ്ങ, പിന്നെ മല്ലിയില. ഇത്ര എടുത്തതിന് ശേഷം ഒരു കടായി വെക്കുക. കടായി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഓയിൽ ആഡ് ചെയ്യുക. ഓയിലൊന്ന് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുക. കടുക് ഒന്ന് വറുത്തതിന് ശേഷം 1 സ്പൂൺ ജീരകം ആഡ് ചെയ്യുക. ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന സവാള ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ ആഡ് ചെയ്ത് നല്ലോണം അതിൻ്റെ പച്ചമണം പോകുന്നോടം വരെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. സവാളയുടെ കളർ ലൈറ്റായിട്ട് ചേഞ്ച് ആകുമ്പോഴത്തേക്കും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ കായം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അവസാനം സവാള ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ആദ്യം വാട്ടി വെച്ചിരുന്ന വഴുതനങ്ങ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മൾ ഓൾറെഡി വഴുതനങ്ങ വേവിച്ചതായതുകൊണ്ട് അധികം നേരം വെക്കണ്ട. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും. ഇതുവരെ എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോസ് എടുത്ത് കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.